الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ. 2006 ഡിസംബർ മാസം കോഴിക്കോട് നടത്താൻ ഉദ്ദേശിക്കുന്ന സാൽവേഷൻ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ്റെ പ്രചരണോദ്ഘാടനമാണ് ഇന്ന്. ഒരു കപ്പൽ യാത്രക്കാരോടൊപ്പം മുങ്ങിത്താഴാൻ പോവുകയാണ് എങ്കിൽ ആ സർവനാശത്തിൽ നിന്നും കപ്പലിനെ രക്ഷിക്കുന്നതിനെ സാൽവ് എന്ന് പറയുന്നു. ഭയാനകമായ അഗ്നിയിൽപ്പെട്ട് സർവ്വതും കത്തിയെരിയാൻ പോകുമ്പോൾ അതിൽ നിന്നും രക്ഷിക്കുന്നതിനെ സാൽവ് എന്ന് പറയുന്നു. സാൽവേഷൻ എന്ന് വെച്ചാൽ ഈ സർവനാശത്തിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുക എന്നതാണ്. ഇതിൽ 2 വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടൊന്ന് സാൽവേഷൻ എന്ന പദത്തിനും 2 ഇസ്ലാം എന്ന പദത്തിനും. ഇസ്ലാമിലൂടെ ലോകജനതയെ മോചിപ്പിക്കുക, ഇസ്ലാമിലൂടെ മാത്രമേ ലോകജനതയെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഉജ്ജ്വലമായ സന്ദേശം ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള എളിയൊരു ശ്രമം മാത്രമാണിത്. ഇന്ന് ആധുനിക മനുഷ്യ സമൂഹവും ലോകവും സങ്കീർണങ്ങളായ ഗുരുതരങ്ങളായ ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഗഹനമായ പഠനത്തിൻ്റെ ആവശ്യമില്ല. ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് അവലോകനം ചെയ്താൽ മാത്രം മതി. ലോകത്തെ ഒരുപാട് തവണ നശിപ്പിക്കാൻ കെൽപ്പുള്ള ആണവായുധങ്ങൾ ഒരു വശത്ത്, വൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആയുധ പന്തയവും മത്സരവും മറ്റൊരിടത്ത്, സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ശരിക്കുമെല്ലാം തങ്ങളുടേതായ സ്വാർത്ഥമായ നിർവചനങ്ങൾ നൽകിക്കൊണ്ട് ദുർബലമായ രാഷ്ട്രങ്ങളെ അടിച്ചമർത്തുകയും ബോംബുകളിട്ട് നിരപരാധികളെ കൊന്നൊടുക്കുകയും ഇതാണ് നീതിയെന്നും ധർമ്മമെന്നും പറയുന്ന വൻ രാഷ്ട്രങ്ങൾ മറ്റൊരു വശത്ത്. കൊലപാതകങ്ങൾ, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ചൂഷണം, അടിച്ചമർത്തൽ, അങ്ങനെ ഒട്ടേറെ ഗുരുതരങ്ങളായ പ്രശ്നങ്ങളെ ആധുനിക മനുഷ്യ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് 2 അഭിപ്രായമില്ല. ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം വിജ്ഞാനത്തിൻ്റെ അഭാവമാണോ? ഒരിക്കലുമല്ല. മുൻ തലമുറകളെ അപേക്ഷിച്ച് നൂറ്റാണ്ടുകളായി അനുസ്യൂതം കൈമാറി വന്ന വിജ്ഞാനത്തിൻ്റെ കൂമ്പാരം ആധുനിക തലമുറയുടെ കൈവശമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ അഭാവമാണോ? ഒരിക്കലുമല്ല. മുൻപ് താൻ ജീവിച്ചിരുന്ന ഗ്രാമത്തിനപ്പുറത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ചറിയാതെ മൺമറഞ്ഞുപോയ ജനസമൂഹങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ വിദൂരമായ പ്രദേശങ്ങളിലും വിജനമായ സ്ഥലങ്ങളിലും താമസിച്ചുകൊണ്ട് ഇൻ്റർനെറ്റിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ടെലിവിഷനിലൂടെയും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് തത്സമയം അറിയാനുള്ള ശാസ്ത്ര മുന്നേറ്റം മനുഷ്യർ കൈവരിച്ചിട്ടുണ്ട്. മുൻപ് താൻ ജീവിച്ചിരുന്ന പ്രദേശത്തിൽ നിന്നും 200-300 കിലോമീറ്ററുകൾ സഞ്ചരിക്കണമെങ്കിൽ ആഴ്ചകളോളം മാസങ്ങളോളം എടുത്തിരുന്ന മനുഷ്യൻ ഇന്ന് അവന് വേണമെങ്കിൽ പ്രഭാത ഭക്ഷണം കൊച്ചിയിലും, മധ്യാഹ്ന ഭക്ഷണം ദുബായിലും, രാത്രി ഭക്ഷണം ലണ്ടനിലും കഴിക്കാനുള്ള യാത്രാ സൗകര്യങ്ങളുണ്ട്. എന്തിനേറെ വിദൂരമായ ശൂന്യാകാശത്ത് ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് മനുഷ്യർ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ബഹിരാകാശ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ട് വിജ്ഞാനങ്ങളും വിവരങ്ങളുമെല്ലാം
താളിയോലകളിലാണ് രേഖപ്പെടുത്തിയിരുന്നത് എങ്കിൽ ഇന്നൊരുപാട് ഗ്രന്ഥങ്ങളിൽ സൂക്ഷിക്കാവുന്ന വിജ്ഞാനത്തിൻ്റെ ശേഖരം ചെറിയ കമ്പ്യൂട്ടർ ചിപ്പുകളിലും പെൻഡ്രൈവുകളിലും സൂക്ഷിക്കാനുള്ള കമ്പ്യൂട്ടർ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. മുൻപ് കാട്ടുചെടികളുടെ നീരുപയോഗിച്ചാണ് രോഗചികിത്സ നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകളുടെയും സ്കാനിംഗ് യന്ത്രങ്ങളുടെയും സ്റ്റെം സെൽ ക്ലോണിംഗ് റിസർച്ചിൻ്റെയും യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ട് ഗുഹകളിലാണ് മനുഷ്യൻ അന്തിയുറങ്ങിയത് എങ്കിൽ ഇന്ന് അമ്പരചുംബികളായ സൗധങ്ങളിലാണ് മനുഷ്യൻ അന്തിയുറങ്ങുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ അഭാവമല്ല. ഇനി പ്രശ്നങ്ങൾക്കുള്ള കാരണം ഭക്ഷ്യവിഭവങ്ങളുടെയോ സമ്പത്തിൻ്റെയോ ദൗർലഭ്യമാണോ? ഒരിക്കലുമല്ല. ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ 10 ഇരട്ടി മനുഷ്യർ ജീവിച്ചാലും അവർക്കെല്ലാം കഴിയാനുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടായിട്ടും എന്തേ പട്ടിണി കിടക്കുന്ന ജനകോടികളുണ്ടായി? ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ 10 മടങ്ങ് മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചാലും അവർക്കെല്ലാം വേണ്ടുന്ന സമ്പത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ദരിദ്രരായ ജനകോടികളുണ്ടായി? അപ്പോൾ പ്രശ്നങ്ങൾക്കുള്ള കാരണം ബാഹ്യമായി അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. കാരണം രോഗം മനുഷ്യ ഹൃദയങ്ങളുടെ അകത്തളങ്ങളിലാണ്. ലോകത്തെ ഒരുപാട് തവണ നശിപ്പിക്കാൻ കെൽപ്പുള്ള ആണവായുധങ്ങളല്ല മനുഷ്യ സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി മറിച്ച് വർഗീയ വംശീയ വിദ്വേഷങ്ങളുടെ ആണവ ബോംബുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ആ മനുഷ്യരാണ് ലോകസമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി. പ്രശ്നങ്ങൾക്കുള്ള കാരണം വിജ്ഞാനമില്ലാത്തതല്ല, യഥാർത്ഥ വിജ്ഞാനം മനുഷ്യൻ ഉൾക്കൊള്ളാത്തതാണ്. പ്രശ്നങ്ങൾക്കുള്ള കാരണം അറിവില്ലാത്തതല്ല, മനുഷ്യർ നല്ലവരാകാത്തതാണ്. പ്രശ്നങ്ങൾക്കുള്ള കാരണം ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ അഭാവമല്ല, ധാർമ്മിക മൂല്യങ്ങളുടെ അഭാവമാണ്. പ്രശ്നങ്ങൾക്കുള്ള കാരണം ഭൗതിക നേട്ടങ്ങളുടെ അഭാവമല്ല, മറിച്ച് ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെയുള്ള അന്ധമായ പ്രയാണത്തിനിടയിൽ ജീവിത ലക്ഷ്യങ്ങളാകേണ്ട ആത്മീയ മൂല്യങ്ങൾ മനുഷ്യ സമൂഹത്തിന് നഷ്ടം വന്നതാണ് പ്രശ്നങ്ങൾക്കുള്ള കാരണം. സാമ്പത്തിക ശാസ്ത്രം പഠിച്ച മനുഷ്യൻ ചൂഷണം ചെയ്യാതിരിക്കാനും വഞ്ചിക്കാതിരിക്കാനും കരാർ ലംഘിക്കപ്പെടാതിരിക്കാനും പഠിക്കാൻ മറന്നുപോയി. ശാസ്ത്രം പഠിച്ച മനുഷ്യൻ ശാസ്ത്രവിജ്ഞാനം മാനവ സമൂഹത്തിൻ്റെ നാശത്തിനു വേണ്ടി ഉപയോഗിക്കരുതെന്ന അടിസ്ഥാന തത്വം വിസ്മരിച്ചുപോയി. ലോകം തന്നെ ഒരു ഗ്രാമമാക്കി തീർത്ത മനുഷ്യൻ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വർണ്ണ ചരടിൽ മനുഷ്യ ഹൃദയങ്ങൾ കോർത്തിണക്കുന്നത് പഠിക്കാൻ മറന്നുപോയി. രണ്ടും കൂട്ടിയാൽ 4 ആകുമെന്നറിഞ്ഞാൽ മാത്രം പോരാ, മനുഷ്യ ഹൃദയങ്ങൾ കൂട്ടിയിണക്കാൻ കൂടി പഠിക്കണം. ജന്തുശാസ്ത്രവും ശരീരശാസ്ത്രവും പഠിച്ചാൽ മാത്രം പോരാ, വിധവകളുടെ നൊമ്പരങ്ങളും അനാഥകളുടെ വേദനകളും തിരിച്ചറിയാൻ പഠിക്കണം. നിയമവും ചരിത്രവും മാത്രം പഠിച്ചാൽ പോരാ, ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പഠിക്കണം. അതൊരിക്കലും ശാസ്ത്ര നേട്ടങ്ങൾ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, എൻ്റെ ജനതയുടെ ദാരിദ്ര്യമല്ല ഞാൻ ഭയക്കുന്നത്, മറിച്ച് സമ്പത്തിൻ്റെ ആധിക്യമാണ് എന്ന്. ഒരു വർഷത്തിന് മുൻപ് അമേരിക്കയിലെ ഗൾഫ് കോസ്റ്റ് എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് കത്രീന എന്ന് പേര് നൽകപ്പെട്ട ശക്തമായൊരു ചുഴലിക്കാറ്റാഞ്ഞടിച്ചു. ആ ചുഴലിക്കാറ്റിൻ്റെ ശക്തിയിൽ കടൽ ഭിത്തികൾ തകരുകയും ജലം ആ പ്രദേശങ്ങളുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ആഴ്ചകളോളം ആ പ്രദേശങ്ങൾ ജലനിരപ്പിനടിയിലായി. ഇനിയും ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കരുതെന്ന് കരുതി അമേരിക്കയിലെ ഫെഡറൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ശക്തമായ കടൽ ഭിത്തികൾ കെട്ടിപ്പൊക്കിയെങ്കിലും അധികം താമസിയാതെ ആഞ്ഞടിച്ച റീത്ത എന്ന് പേര് നൽകപ്പെട്ട മറ്റൊരു ചുഴലിക്കാറ്റ് ആ കടൽ ഭിത്തികളെ തകർക്കുകയും വീണ്ടും ആ പ്രദേശങ്ങൾ ജലനിരപ്പിനടിയിലായി. ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായ, ഏറ്റവും ശക്തമായ രാഷ്ട്രമെന്ന് അഹങ്കരിക്കുന്ന, ലോകത്തെ ഒരുപാട് തവണ നശിപ്പിക്കാൻ കെൽപ്പുള്ള ആണവായുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് വീമ്പിളക്കുന്ന ഒരു രാഷ്ട്രം ഒരു ചെറിയ ചുഴലിക്കാറ്റിൻ്റെ മുൻപിൽ പതറുന്നത് ലോകം ദർശിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ഭുതമില്ല. കാരണം ഏറ്റവും ശക്തമായ രാഷ്ട്രമാണെങ്കിലും സമ്പന്നമായ രാഷ്ട്രമാണെങ്കിലും ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളുടെ മുൻപിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്.
എന്നാൽ നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും നൊമ്പരപ്പിക്കുകയും ചെയ്തത് മറ്റൊന്നാണ്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സഹജീവികളുടെ കണ്ണുനീരൊപ്പേണ്ടിയിരുന്ന, ദുരന്തം കുറക്കാൻ ശ്രമിക്കേണ്ടിയിരുന്ന അവിടുത്തെ ജനങ്ങൾ പരസ്പരം കൊള്ളയും കൊള്ളിവെപ്പും ബലാത്സംഗങ്ങളും ചെയ്യുന്നതാണ് ദൃശ്യമാധ്യമങ്ങൾ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചത്. ലോക പോലീസ് എന്ന് സ്വയം അഭിമാനിക്കുന്ന, ധാർമ്മിക മൂല്യങ്ങളുടെ വക്താക്കളാണ് തങ്ങളെന്ന് അഹങ്കരിക്കുന്ന, ഒന്നുകിൽ നന്മയുടെ വക്താക്കളായ ഞങ്ങളുടെ ഭാഗത്ത്, അല്ലെങ്കിൽ തിന്മയുടെ വക്താക്കളായ മറ്റുള്ളവരുടെ ഭാഗത്ത് മൂന്നാമതൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് അട്ടഹസിക്കുന്ന ഏകാധിപതിയായ, ക്രൂരനായ, മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു ഭരണാധികാരി ഭരിക്കുന്ന രാജ്യത്തിലെ ജനങ്ങളുടെ ധാർമ്മിക മൂല്യം ഇതാണോ എന്ന് ലോകം മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചുപോയി. ഇതൊരിക്കലും അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്ന ധാർമ്മികമായ അധപതനമല്ല, മറിച്ച് ഇത് ആഗോള പ്രതിഭാസമാണ്. ചക്രവാളത്തിന്റെ മതിൽക്കെട്ടിൽ കയ്യും കുത്തി നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഭ്രമണം നിയന്ത്രിക്കാനും, ഗോളങ്ങൾ എടുത്തു പന്തടിക്കാനും, താരങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കാനും, കോശങ്ങളെ തന്റെ വരുതിയിൽ നിർത്താനും, മരണത്തെ പോലും അകറ്റി നിർത്താനും കഴിവുണ്ടെന്ന് അട്ടഹസിക്കുന്ന, അഹങ്കരിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് പൂർണ്ണ അറിവോടെ സ്വന്തം വാസസ്ഥലം നശിപ്പിക്കുന്നത്? ഓസോൺ പാളികളിൽ നിന്ന് ഉയരുന്ന വിഷപ്പുക, തന്റെ ഫാക്ടറികളിൽ നിന്ന് ഉയരുന്ന വിഷപ്പുക ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാക്കുന്നു എന്നറിഞ്ഞുകൊണ്ടും എന്തേ മനുഷ്യൻ നിഷ്ക്രിയനായിരിക്കുന്നത്? എന്തേ സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവനെ വഞ്ചിക്കുകയും ചെയ്യുന്നത്? അവന്റെ ലക്ഷ്യം തെറ്റിയിരിക്കുന്നു, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പട്ടണങ്ങളും ഗ്രാമങ്ങളും വയലേലകളും ദിവസങ്ങളോളം കത്തരുതെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, എയ്ഡ്സും മാഡ് കൗ ഡിസീസും ആന്ത്രാക്സും എല്ലാം മനുഷ്യ സമൂഹത്തിന്റെ അന്ത്യം കുറിക്കരുതെന്ന് നാം അഭിലഷിക്കുന്നുവെങ്കിൽ, ഇനിയും കുടുംബങ്ങൾ ശിഥിലമാകരുതെന്നും, യുവാക്കൾ മയക്കുമരുന്നിന് അടിമകളാകരുതെന്നും, വിവാഹത്തിന് മുൻപ് വിദ്യാർത്ഥിനികൾ ഗർഭവതികളാകരുതെന്നും, പിതാവാരെന്നറിയാത്ത സന്താനങ്ങളുടെ ദുരന്തത്തിന് നാം സാക്ഷ്യം വഹിക്കരുതെന്നും, വ്യഭിചാരിണികളെ കൊണ്ട് തെരുവുകൾ വികൃതമാക്കപ്പെടരുതെന്നും, 7ഉം 8ഉം വയസ്സുള്ള കുട്ടികൾ കലാലയങ്ങളിൽ തോക്കുമായി ചെന്ന് സഹപാഠികളെ വെടിവെച്ച് കൊല്ലുന്ന ഭയാനകമായ സംഭവങ്ങൾക്ക് അന്ത്യം കുറിക്കണമെന്നുമെല്ലാം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, യഥാർത്ഥ ലക്ഷ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം ഒരു യാത്രക്ക് പോകുമ്പോൾ നമ്മുടെ പിഞ്ചു പൈതലിനെ കാണാതെയായാൽ നാം യാത്ര തുടരുകയില്ല. കാരണം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അമൂല്യമായ സമ്പത്താണ്. നാം യാത്ര അവസാനിപ്പിച്ച് പിഞ്ചു പൈതലിനെ തേടിപ്പോയി കണ്ടെത്തിയ ശേഷം മാത്രമേ യാത്ര തുടരുകയുള്ളൂ. കാശ്മീരിലേക്ക് പോണ്ട ഒരാൾ കന്യാകുമാരിയിലേക്കുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വഴിതെറ്റിയെന്ന് മനസ്സിലാക്കിയാൽ വീണ്ടും യാത്ര തുടരുകയില്ല, ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്നിവിടെ വെച്ച് യാത്രയെ അവസാനിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കി അതിലൂടെ വേണം യാത്ര ചെയ്യാൻ. അതിന് താമസിപ്പിച്ചുകൂടാ. കത്തേണ്ടതെല്ലാം കത്തിക്കഴിഞ്ഞിട്ട്, നശിക്കേണ്ടതെല്ലാം നശിച്ചു കഴിഞ്ഞിട്ട്, ഭൂമിയിൽ നിന്നുള്ള വിഷപ്പുക സൂര്യനെ മറച്ചു കഴിഞ്ഞിട്ട്, രാവും പകലും തിരിച്ചറിയാൻ കഴിയാതെയായിട്ട്, ആണവശക്തി ആകാശഭൂമികളെ മലിനമാക്കിയിട്ട്, വെള്ളം വിഷമയമുള്ള ഐസായി മാറിയിട്ട് മാറാമെന്ന് കരുതിയാൽ മാറാൻ മനുഷ്യരുണ്ടാവുകയില്ല, ജീവജാലങ്ങൾ ഉണ്ടാകില്ല, ലോകമുണ്ടാകില്ല. അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഇരുണ്ട കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് ചുറ്റുപാടും അടഞ്ഞ കവാടങ്ങളും പൂട്ടിയ താഴുകളുമായിരുന്നു. താഴിട്ട് പൂട്ടിയ മനുഷ്യചിന്ത, അത് തുറക്കുന്നതിൽ ചിന്തകരും തത്വജ്ഞാനികളും പരാജയപ്പെട്ടു. അടഞ്ഞുകിടന്ന മനുഷ്യ മനസ്സാക്ഷി, മാർഗനിർദ്ദേശകരും ഉപദേശകരും പുരോഹിതരും അത് തുറക്കുന്നതിൽ അശക്തരായിരുന്നു. പ്രതികരണശേഷി നഷ്ടപ്പെട്ടുറങ്ങിക്കിടന്ന മനുഷ്യ ഹൃദയങ്ങൾ ചുറ്റുപാടുമുള്ള ദുരന്തങ്ങൾക്കും സംഭവ വികാസങ്ങൾക്കും അവയെ തുറപ്പിക്കാൻ കഴിഞ്ഞില്ല. മരവിച്ചുപോയ പ്രതിഭകൾ അവയെ സചേതനമാക്കുന്നതിൽ വിദ്യയും ശിക്ഷണവും സമൂഹവും പരിസ്ഥിതിയും പരാജയപ്പെട്ടു. നീതിപീഠങ്ങളും അടഞ്ഞുകിടന്നു. അന്യായക്കാർക്കോ പരാതിക്കാർക്കോ അവയെ തുറപ്പിക്കാൻ കഴിഞ്ഞില്ല. വിദ്യാലയങ്ങളും അടഞ്ഞുകിടന്നു. അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ അവയെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചില്ല. താറുമാറായ കുടുംബ ബന്ധങ്ങൾ,
അത് വ്യവസ്ഥാപിതമാക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കളും ദിഷണശാലികളും പരാജയപ്പെട്ടു. ധനികരുടെ ഖജനാവുകളും പൂട്ടിക്കിടന്നു. അനാഥകളുടെ നൊമ്പരങ്ങൾക്കും വിധവകളുടെ തേങ്ങലുകൾക്കും അവയെ തുറപ്പിക്കാൻ കഴിഞ്ഞില്ല. ഭരണകർത്താക്കളുടെ കൊട്ടാര കവാടങ്ങളും അടഞ്ഞുകിടന്നു. അധ്വാനിക്കുന്ന തൊഴിലാളിക്കോ വിയർപ്പൊഴുക്കുന്ന കർഷകനോ അത് തുറപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഈ അടഞ്ഞുകിടന്ന കവാടങ്ങളും പൂട്ടിയ താഴുകളും തുറക്കാൻ സാധിക്കാതിരുന്നതെന്നറിയാമോ? അത് തുറക്കാൻ പറ്റിയ താക്കോൽ അവരുടെ കൈവശമില്ലായിരുന്നു. അങ്ങനെ മനുഷ്യനേതിൽ അഭയം തേടണമെന്നറിയാതെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വിഗ്രഹാരാധനയുടെയും മിഥ്യാസങ്കല്പങ്ങളുടെയും ഖബറാരാധനയുടെയും ആഴങ്ങളിലേക്ക് കാണ്ടുപോകുന്ന സന്ദർഭത്തിൽ നശ്വരങ്ങളായ മനുഷ്യർക്കിടയിൽ നിന്നും നിരക്ഷരനായൊരു മനുഷ്യനെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും സർവേശ്വരനായ സ്രഷ്ടാവ് തിരഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ എന്ന മൂല്യമായ ദിവ്യമായ താക്കോൽ കരങ്ങളിൽ അർപ്പിച്ചു. ആ താക്കോൽ കൊണ്ട്, ഖുർആൻ എന്ന താക്കോൽ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടഞ്ഞോരോ കവാടങ്ങളും പൂട്ടി ഓരോ താഴുകളും തുറന്നു. ഖുർആൻ എന്ന താക്കോൽ മനുഷ്യ ചിന്ത എന്ന താഴിലിട്ടപ്പോൾ ചക്രവാള സീമകളിലും സ്വശരീരങ്ങളിലുമുള്ള അനേക ദൃഷ്ടാന്തങ്ങളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിച്ചുവിടുകയും വിഗ്രഹാരാധനയുടെയും ഖബറാരാധനയുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മൂഢസങ്കല്പങ്ങളുടെയും അർത്ഥശൂന്യത അവനെ ബോധ്യപ്പെടുത്തുകയും ഏകദൈവ വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രകാശത്തിലേക്ക് കോടിക്കണക്കിന് ജനങ്ങളെ നയിക്കാൻ സാധിച്ചു. വിശുദ്ധ ഖുർആൻ എന്ന താക്കോൽ ഉറങ്ങിക്കിടന്ന മരവിച്ചു കിടന്ന മനുഷ്യ മനസ്സാക്ഷി എന്ന താഴിലിട്ടപ്പോൾ പാപപങ്കിലമായ മനസ്സ്, പാപം പൊറുക്കാത്ത അസത്യത്തെ സഹിക്കാത്ത മനസ്സുകളായി തീർന്നു. എത്രത്തോളം എന്നാൽ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ അവതീർണമായപ്പോൾ മദ്യത്തിന്റെ ബാരലുകൾ തെരുവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ടിനി മദ്യവിൽപ്പന നടത്തില്ല എന്ന് മദ്യവ്യാപാരികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിക്കാനും ചുണ്ടോടടുപ്പിച്ച മദ്യത്തിന്റെ കോപ്പകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം തൊടില്ല എന്ന് മദ്യപാനികളെ കൊണ്ട് സത്യം ചെയ്യിക്കാനും ഖുർആന് സാധിച്ചു. വ്യഭിചരിച്ച പുരുഷനും സ്ത്രീയും സ്വമേധയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തുകയും ത്വഹീർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ മാത്രം അവരെ ആദർശധീരരാക്കാൻ ആ ഖുർആന് സാധിച്ചു. ഭരണാധികാരി കാണില്ലല്ലോ, അതുകൊണ്ട് പാലിൽ വെള്ളം ചേർത്തുകൂടെ എന്ന മാതാവിന്റെ പ്രലോഭനത്തിന് ഉത്തരമായിട്ട് ഭരണാധികാരി കാണില്ലെങ്കിലും എല്ലാം കാണുന്ന സർവേശ്വരനായ സ്രഷ്ടാവ് കാണും, അതുകൊണ്ട് ഞാനതിന് തയ്യാറല്ല എന്ന് ഒരു പാവപ്പെട്ട ഗ്രാമീണ പെൺകുട്ടിയെ കൊണ്ട് പറയിക്കാനും ആടിനെ ചെന്നായ പിടിച്ച് തിന്നതാണെന്ന് പറഞ്ഞാൽ മതി, ഭക്ഷിച്ചതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് യജമാനനോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ യജമാനനെ എനിക്ക് പറഞ്ഞു വിശ്വസിപ്പിക്കാമെന്നാൽ എല്ലാം കാണുന്ന സ്രഷ്ടാവിനെ എനിക്ക് വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറല്ല എന്ന് പറയിക്കാൻ ഒരു ദരിദ്രനായ ആട്ടിടയ ബാലനെ കൊണ്ട് പറയിക്കാനും ഖുർആന് സാധിച്ചു. അന്നത്തെ ഏറ്റവും ശക്തനായ ധനികനായ ഭരണാധികാരിയുടെ രത്നങ്ങൾ പതിച്ച കിരീടവും ചെങ്കോലുമെല്ലാം കൈവശം വന്നൊരു ദരിദ്രനായ മുസ്ലിം പടയാളി അത് കളവായിട്ടെടുക്കാതെ അന്നത്തെ ഇസ്ലാമിക ഭരണാധികാരിയുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഇത് ജനങ്ങളുടേതാണെന്ന് പറയിക്കത്തക്ക രീതിയിൽ ആദർശധീരരാക്കി തീർക്കാൻ ആ വിശുദ്ധ ഖുർആൻ എന്ന താക്കോലിന് സാധിച്ചു. ആ വിശുദ്ധ ഖുർആൻ എന്ന താക്കോൽ വിദ്യ എന്ന താഴിലിട്ടപ്പോൾ ഓരോ മുസ്ലിം പള്ളിയും ഓരോ മുസ്ലിം വീടും സർവകലാശാലകളായി മാറി. എന്നാൽ ദൗർഭാഗ്യവശാൽ കുറച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ പ്രകാശം അത് മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പുരോഹിതരുടെ പിന്നാലെ പോയി അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഖബറാരാധനയുടെയും ആഴങ്ങളിലേക്ക് അവർ വീഴുകയായിരുന്നു. വീണ്ടും ചുറ്റുപാടും പൂട്ടിയ കവാടങ്ങളും താഴുകളുമായി തീർന്നു. വീണ്ടും ഖുർആന്റെ ഉജ്ജ്വലമായ പ്രകാശത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കാനുള്ള എളിയൊരു സംരംഭമാണ് ഡിസംബറിൽ നടക്കുന്ന ഈ എക്സിബിഷൻ. സ്വാഭാവികമായിട്ട് ചോദിക്കാം, ഈ കമ്പ്യൂട്ടറിന്റെ യുഗത്തിൽ, ഇന്റർനെറ്റിന്റെ യുഗത്തിൽ, ബഹിരാകാശ യുഗത്തിൽ, ക്ലോണിങ്ങിന്റെ യുഗത്തിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് പ്രാകൃതരായ അറബികൾക്കിടയിൽ അവതീർണമായ വിശുദ്ധ ഖുർആന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് സ്വാഭാവികമായ ചോദ്യമാണ്.
വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഇത് ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് വിചാരങ്ങളും വികാരങ്ങളും നൽകിയിട്ടുള്ള, അവന്റെ ചിന്തയെയും ഒരു ശ്വാസത്തെ സംബന്ധിച്ചറിയാവുന്ന സൃഷ്ടാവിന് മാത്രമേ നേരായ മാർഗത്തിലൂടെ മനുഷ്യനെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഖുർആൻ പറയുന്നത്. വഹുദൻ ലിന്നാസ്, മനുഷ്യ സമൂഹത്തിലേക്കുള്ള മാർഗനിർദ്ദേശമാണ്. വഹുദൻ ലിൽ മുത്തഖീൻ, സൂക്ഷ്മതയുള്ളവർക്കുള്ള മാർഗനിർദ്ദേശമാണ്, അറബികൾക്കുള്ളതല്ല. ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കുള്ളതല്ല. നൂറ്റാണ്ടുകൾക്ക് അതീതമായിക്കൊണ്ട് പിറക്കാനിരിക്കുന്ന എക്കാലത്തെയും തലമുറകൾക്കുള്ള മാർഗനിർദ്ദേശമാണ് ഖുർആൻ. ആ ഖുർആൻ മനുഷ്യ സമൂഹത്തിൽ എത്തിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ്. അല്ലാഹു പറയുന്നു, വമാ അർസൽനാകില്ലാ കാഫത്തൻ ലിന്നാസ്, സമസ്ത ലോകങ്ങളിലേക്കായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. വമാ അർസൽനാകില്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സമസ്ത ലോകങ്ങളിലേക്കും ഒരു കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ ധാർമ്മിക മൂല്യങ്ങളുണ്ടല്ലോ, അതെക്കാലത്തും പ്രസക്തമാണ്. പ്രാകൃത മനുഷ്യനെയും ആധുനിക മനുഷ്യനെയും നാം താരതമ്യം ചെയ്താൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും. പക്ഷെ അവരുടെ വികാരങ്ങൾ ഒന്ന് തന്നെയാണ്. പ്രാകൃത മനുഷ്യൻ കൊലപാതകം ചെയ്തിരുന്നു, ആധുനിക മനുഷ്യനും കൊലപാതകം ചെയ്യുന്നു. പ്രാകൃത മനുഷ്യൻ വ്യഭിചരിച്ചിരുന്നു, ആധുനിക മനുഷ്യനും വ്യഭിചരിക്കുന്നു. പ്രാകൃത മനുഷ്യൻ വഞ്ചിച്ചിരുന്നു, ആധുനിക മനുഷ്യനും വഞ്ചിക്കുന്നു. പ്രാകൃത മനുഷ്യൻ മദ്യപിച്ചിരുന്നു, ആധുനിക മനുഷ്യനും മദ്യപിക്കുന്നു. പ്രാകൃത മനുഷ്യൻ കാട്ടുചെടിയുടെ നീരുപയോഗിച്ചാണ് മദ്യപിച്ചതെങ്കിൽ ആധുനിക മനുഷ്യൻ വിസ്കിയും ബ്രാൻഡിയും കഴിച്ച് മദ്യപിക്കുന്ന വ്യത്യാസമേയുള്ളൂ. പ്രാകൃത മനുഷ്യൻ ചത്തുകിടന്നൊരു മൃഗത്തിൻ്റെ ശരീരം പിച്ചു ചീന്താനാണ് കടിപിടി കൂടിയതെങ്കിൽ ആധുനിക മനുഷ്യൻ കുത്തക സൃഷ്ടിക്കാനും രാഷ്ട്രങ്ങളുടെ സമ്പത്ത് കവർന്നെടുക്കാനും കടിപിടി കൂടുന്നു എന്ന വ്യത്യാസമേയുള്ളൂ. ധാർമ്മിക മൂല്യങ്ങൾ കാലത്തിനനുസരിച്ച് മാറില്ല, സമയത്തിനനുസരിച്ച് മാറില്ല, നൂറ്റാണ്ടുകൾക്കനുസരിച്ച് മാറില്ല, രാജ്യങ്ങൾക്കനുസരിച്ച് മാറില്ല. വ്യഭിചാരം പ്രഭാതത്തിൽ തെറ്റാണ് എങ്കിൽ മധ്യാഹ്നത്തിലും തെറ്റാണ്, സന്ധ്യാനേരത്തും തെറ്റാണ്, രാത്രിയിലും തെറ്റാണ്. വ്യഭിചാരം ഇന്ന് തെറ്റാണ് എങ്കിൽ ഇന്നലെയും തെറ്റാണ്, നാളെയും തെറ്റാണ്. 100 നൂറ്റാണ്ടുകൾക്ക് മുൻപും തെറ്റായിരുന്നു, 100 നൂറ്റാണ്ടുകൾക്ക് ശേഷവും തെറ്റായിരിക്കും. വ്യഭിചാരം ഭാരതത്തിൽ തെറ്റാണ് എങ്കിൽ അത് പാകിസ്ഥാനിലും തെറ്റാണ്, ഇംഗ്ലണ്ടിലും തെറ്റാണ്, കാനഡയിലും തെറ്റാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാനും ആ സ്രഷ്ടാവിൻ്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കാനും പാടുള്ളൂ എന്ന്. അതൊരു വർഗീയവാദമല്ല, ഇടുങ്ങിയ മതവിശ്വാസമല്ല. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പുരോഹിതർക്ക് പോലും സ്വവർഗ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാം. പുരുഷന് പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, സ്ത്രീക്ക് സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അവർക്ക് വിവാഹം കഴിക്കാം, വിവാഹേതര ലൈംഗിക ബന്ധങ്ങളാകാം, ചൂതാട്ടത്തിൽ പങ്കെടുക്കാം, മദ്യപാനത്തിൽ പങ്കെടുക്കാം, ലൈംഗിക ചിത്രങ്ങൾ കാണാം. തെറ്റില്ല. അവിടെ പിറന്നു വീണൊരു പൗരൻ വിചാരിക്കുകയാണ്, എൻ്റെ രാജ്യം ഇത് അനുവദിക്കുന്നു, എൻ്റെ രാജ്യത്തിലെ നിയമം ഇത് അനുവദിക്കുന്നു, എന്തുകൊണ്ട് ചെയ്തുകൂടാ? സ്വാഭാവികമായ ചോദ്യമല്ലേ? അപ്പോഴാണ് എയ്ഡ്സ് വരുന്നത്, അതുപോലെയുള്ള കുടുംബ ശിഥിലീകരണങ്ങൾ വരുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിൽ അല്ലാഹു പറയുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീക്കും മഹത്തായ പ്രതിഫലവും ഉത്തമമായ ജീവിതവുമുണ്ട് എന്ന്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നന്മ തിന്മകളെയും ശരിയും തെറ്റുമെല്ലാം നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ. ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നതിന് മറ്റൊരു മാനമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനോട്, നിരീശ്വരവാദിയോട്, മുസ്ലിമിനോട്, ക്രിസ്ത്യാനിയോട്, ജൈനമതക്കാരനോട്, ബുദ്ധമതക്കാരനോട് നമുക്ക് ചോദിക്കാം, മാതാപിതാക്കളെ സ്നേഹിക്കണമോ എന്ന്. ഒരേ സ്വരത്തിൽ അവരെല്ലാവരും പറയും മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന്. എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ നാം സ്നേഹിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരേ സ്വരത്തിൽ അവർ പറയും, മാതാവ് നിന്നെ ഗർഭം ധരിച്ചില്ലേ, വേദനയോടെ പ്രസവിച്ചില്ലേ, മുലപ്പാൽ നൽകിയില്ലേ, നിന്നെ പരിചരിച്ചില്ലേ, പിതാവ് നിന്നെ
വളർത്തിയില്ലേ, ലാളിച്ചില്ലേ, വിദ്യാഭ്യാസം നൽകിയില്ലേ, സാമ്പത്തികമായി നിന്നെ സംരക്ഷിച്ചില്ലേ? ശരിയാണ്, മാതാപിതാക്കളെ സ്നേഹിക്കണം. ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ഭരണഘടന ഞാൻ അംഗീകരിക്കില്ല, ഈ രാജ്യത്തെ ഞാൻ സ്നേഹിക്കില്ല, അമേരിക്കൻ ഭരണഘടനയെ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാകുന്നത്? ഈ രാജ്യത്തിൽ ജീവിച്ചുകൊണ്ട് ഇതിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ ഈ രാജ്യത്തെയാണ് നാം സ്നേഹിക്കേണ്ടത്. അപ്പോൾ ശൂന്യതയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് കാഴ്ച നൽകുകയും കേൾവി നൽകുകയും ചിന്താശക്തി നൽകുകയും ശ്വസിക്കാൻ വായു നൽകുകയും കഴിക്കാൻ ഭക്ഷണം നൽകുകയും ഈ ഭൂമിയെ ഇത്ര മനോഹരമായി സംവിധാനിക്കുകയും ചെയ്ത സട്ടാവ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും സാധിക്കില്ല. എത്ര കടലാസുകൾ എഴുതി തീർത്താലും സാധിക്കില്ല. ആ സ്രഷ്ടാവിനെയാണ് നാം സ്രഷ്ടാവെന്ന് വിളിക്കേണ്ടത്, സൃഷ്ടികളെയല്ല. ആ സ്രഷ്ടാവിന് മാത്രമേ മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ നൽകാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിനും പ്രകൃതി പ്രതിഭാസങ്ങൾക്കും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമെല്ലാം ഒരു സമതുലിതാവസ്ഥയുണ്ട്. ആ സമതുലിതാവസ്ഥ തെറ്റിയാൽ എല്ലാം തെറ്റും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആന്തരികമായ അവയവങ്ങൾക്കുള്ള സമതുലിതാവസ്ഥ, അത് തെറ്റിയാലുള്ള അപകടം അറിയാം. വിശ്വാസപരമായ ഒരു സമതുലിതാവസ്ഥ, ബാലൻസ് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യനും അള്ളാഹുവിൽ നിന്നുള്ള മഹാനായ പ്രവാചകനുമായ വ്യക്തിയെ ദൈവമായി അവതരിപ്പിക്കുന്നവരും മനുഷ്യരെയും ജീവജാലങ്ങളെയും എന്തിനേയും ഏതിനേയും ആരാധിക്കാമെന്ന് പറയുന്നവരും സ്രഷ്ടാവിനോട് അനീതി ചെയ്തു. ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ അവരുടെ സമതുലിതാവസ്ഥ തെറ്റി. എന്നല്ല, ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനാരുമില്ല ഏകനായ അല്ലാഹുവല്ലാതെ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അവനെ മാത്രമേ ആരാധിക്കാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ എന്ന ഉത്ബോധനത്തിലൂടെ പ്രപഞ്ചത്തെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും സസ്യലതാദികളെയും സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടാനും പാടുള്ളൂ എന്ന ഉത്ബോധനത്തിലൂടെ ഇസ്ലാം ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ സമതുലിതാവസ്ഥ നിലനിർത്തുന്നു, നീതി ചെയ്യുന്നു. മനുഷ്യനും അള്ളാഹുവിൽ നിന്നും മഹാനായ പ്രവാചകൻ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അംഗീകരിക്കണമെന്നും ആ ദൈവപുത്രന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ എന്ന തെറ്റായ ധാരണ പരത്തുന്നവരും പരലോക വിശ്വാസത്തോട് അനീതി ചെയ്യുന്നു. കാരണം പാപങ്ങൾ മുഴുവനും ഏറ്റെടുക്കാൻ ഒരാളുണ്ട് എങ്കിൽ എന്തിനു മനുഷ്യൻ വ്യഭിചരിക്കാതിരിക്കണം, കൊലപാതകങ്ങൾ നടത്താതിരിക്കണം, ചൂഷണം ചെയ്യാതിരിക്കണം? മുൻജന്മത്തിൽ താൻ ചെയ്തത് നന്മക്കാണ് ഈ ജന്മത്തിൽ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതെന്നും മുൻജന്മത്തിൽ താൻ ചെയ്തത് പാപത്തിനാണ് ഈ ജന്മത്തിൽ ദുരന്തങ്ങൾ പേറുന്നതെന്നും പുനർജന്മ സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കാൻ പരാജയപ്പെട്ടവരും പരലോക വിശ്വാസത്തോട് അനീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിശ്വാസമെന്ത്, അവിശ്വാസമെന്ത്, ധർമ്മമെന്ത്, അധർമ്മമെന്ത്, സത്യമെന്ത്, അസത്യമെന്ത്, നീതി എന്ത്, അനീതി എന്ത്, ശരിയെന്ത്, തെറ്റെന്ത് എന്ന് വ്യക്തമായി നിർവചിച്ചുകൊണ്ട് ഒരണു നന്മ ചെയ്താൽ അത് കാണും, അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഒരണു തിന്മ ചെയ്താൽ അതും കാണും, അതിൻ്റെ ശിക്ഷയും ലഭിക്കും. അവർ ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്കുണ്ട്, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുണ്ട്. അവർ ചെയ്തതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലെന്നും, അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടതില്ല എന്ന ഉത്ബോധനങ്ങളിലൂടെ പരലോക വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം സമതുലിതാവസ്ഥ നിലനിർത്തുന്നു, നീതി ചെയ്യുന്നു. വിലക്കപ്പെട്ട കനി ഹവ ഭക്ഷിക്കുകയും ആദമിനെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക വഴി പിറന്നു വീഴുന്ന പിഞ്ചു പൈതങ്ങൾ പോലും പാപികളായെന്ന് ഉത്ബോധിപ്പിക്കുന്നവരും മുൻജന്മ പാപത്തോടുകൂടിയാണ് പൈതങ്ങൾ പിറക്കുന്നതെന്ന് ഉണർത്തുന്നവരും പൈതങ്ങളോട് പോലും അനീതി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റത്തി യുഹവിദാനിഹി വയുനസ്സിറാനിഹി അബവാഹു, എല്ലാ പൈതങ്ങളും ശുദ്ധ പ്രകൃതിയോടെയാണ് പിറന്നു വീഴുന്നതെന്നും വിശ്വാസപരമായ വൈകല്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കുത്തിച്ചെലുത്തുന്നത് മാതാപിതാക്കളാണെന്നും പ്രായത്തിൻ്റെ ഘട്ടത്തിൽ യഥാർത്ഥ വിശ്വാസം തിരഞ്ഞെടുക്കാനും ധാർമ്മിക മൂല്യങ്ങൾ തിരഞ്ഞെടുക്കാനുമുള്ള ബുദ്ധിയും യുക്തിയും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ടെന്നും ഒരാത്മാവിനോടും അള്ളാഹു അനീതി പ്രവർത്തിക്കില്ലെന്നുമെല്ലാം ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം പൈതങ്ങളോട് പോലും നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്.
ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് പർവ്വതങ്ങളിൽ മഴ പെയ്തിട്ടും യാദൃശ്ചികമായ ഒരു മൈക്കലാഞ്ചലോയുടെ പ്രതിമ ഉണ്ടാകില്ലെന്നും, ഒരു ഗ്രന്ഥശാലയിൽ ഒരു സ്ഫോടനം നടന്നാൽ യാദൃശ്ചികമായ ഒരു കാളിദാസകൃതി ഉണ്ടാകില്ലെന്നും, ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഒരു കുരങ്ങൻ ടൈപ്പ് ചെയ്താൽ യാദൃശ്ചികമായ ഒരു ഷേക്സ്പിയറിൻ്റെ കൃതി ഉണ്ടാകില്ലെന്നും, ഇരുമ്പും തുരുമ്പും കിടക്കുന്ന തുറസായ പ്രദേശത്തിലൂടെ ഇടിമിന്നലും കൊടുങ്കാറ്റും കടന്നുപോയാൽ യാദൃശ്ചികമായൊരു പ്ലെയിൻ ഉണ്ടാകില്ലെന്നും, ഭൂമി കുലുക്കങ്ങൾ കൊണ്ട് പട്ടണങ്ങൾ ഉണ്ടായിട്ടില്ല, നശിച്ചിട്ടേയുള്ളൂവെന്നും, സ്ഫോടനങ്ങളിലൂടെ ഉന്നത സൃഷ്ടികൾ ഉണ്ടാകില്ല, സൃഷ്ടികൾ മരിക്കുകയേ ചെയ്യുകയുള്ളൂ എന്നും വ്യക്തമായി അംഗീകരിക്കുന്ന നിരീശ്വരവാദികൾ തന്നെയല്ലേ അതിനേക്കാൾ സങ്കീർണമായ പ്രപഞ്ചവും പ്രകൃതി പ്രതിഭാസങ്ങളും മനുഷ്യരും ജീവജാലങ്ങളുമെല്ലാം ഒരു സ്ഫോടനത്തിലൂടെ യാദൃശ്ചികമായി ഉണ്ടായി എന്ന് പറയുന്നത്? അവരും യുക്തിയോടും ബുദ്ധിയോടും അനീതി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ദൈവവിശ്വാസത്തിൻ്റെയും മതവിശ്വാസത്തിൻ്റെയും കാര്യത്തിൽ യുക്തിക്കും ബുദ്ധിക്കും യാതൊരു സ്ഥാനമില്ല എന്ന് വാദിക്കുന്ന മതവിശ്വാസികളുണ്ടല്ലോ, അവരും യുക്തിയോടും ബുദ്ധിയോടും അനീതി പ്രവർത്തിക്കുകയാണ്. എന്നാൽ വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒട്ടേറെ അല്ലാഹു നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. വെറുതെയല്ല, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവർ കാണുന്നില്ല. അവർക്ക് കേൾവിശക്തിയുണ്ട്, അതുകൊണ്ട് കേൾക്കുന്നില്ല. അവർ കന്നുകാലികളെപ്പോലെയാണ്. അതിലും മതപ്പതിച്ചവരത്രേ എന്ന 7-ാം അധ്യായത്തിലെ 179-ാം വചനവും അതുപോലെയുള്ള ഒട്ടേറെ വചനങ്ങളിലൂടെ കണ്ണുകൾ കൊണ്ട് കാണേണ്ട രീതിയിൽ കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കേണ്ട രീതിയിൽ കേൾക്കുകയും ചിന്താശക്തി കൊണ്ട് ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യൻ്റെ ബാധ്യതയാണെന്നും അന്ധമായിട്ട് ദൈവവിശ്വാസിയാവുകയല്ല, മറിച്ച് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവിശ്വാസം സ്വീകരിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയും നക്ഷത്രങ്ങളെയും നെബുലകളെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും കടലിനെയും കടലിൽ ആഴങ്ങളിൽ അന്ധകാരങ്ങളെയും പർവ്വതങ്ങളെയും അതുപോലെ തന്നെ ബീജത്തെയും മണ്ഡത്തെയും ബീജവും മണ്ഡവും കൂടിയ ചേർന്ന സിക്താണ്ഡത്തെയും ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണമെന്ന ഉത്ബോധനത്തിലൂടെ യുക്തിയോടും ബുദ്ധിയോടും ശാസ്ത്രത്തോടും ഇസ്ലാം നീതി പുലർത്തുന്നു, സമതുലിതാവസ്ഥ നിലനിർത്തുന്നു. ജീവൻ സ്വയം ഉണ്ടായതാണെന്നും അതുകൊണ്ട് ജീവൻ എടുക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് വാദിക്കുന്ന ആത്മഹത്യാവാദികൾ ജീവനോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്, കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നും അള്ളാഹു ഇഹലോകത്തും പരലോകത്തും നിങ്ങളെ സഹായിക്കില്ലെന്ന് കരുതി ഒരു കയറിൽ കെട്ടി സ്വയം ജീവൻ അവസാനിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്ക്. സാധ്യമല്ല എന്നുത്ബോധനത്തിലൂടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, മരണങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യണം. അതിന് പ്രതിഫലമുണ്ട് പരലോകത്ത് എന്ന ഉത്ബോധനത്തിലൂടെ ജീവനോടും ഇസ്ലാം നീതി ചെയ്യുകയാണ് ചെയ്യുന്നത്. മൊണസ്റ്റേറികളിലും സെമിനാരികളിലും പർവ്വതങ്ങളിലും വിജനമായ പ്രദേശങ്ങളിലും പോയി തപസ്സിരിക്കണമെന്നും വിവാഹം കഴിക്കരുതെന്നും സന്താനങ്ങൾ ഉണ്ടാകരുതെന്നും സാമൂഹിക ജീവിതം നയിക്കരുതെന്നും അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ വിഭവങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്നവരും അതുപോലെ തന്നെ മദ്യപാനമാണെങ്കിലും ശരീരത്തിന് ദോഷം വരുന്ന എന്തു വസ്തുക്കളാണെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കുക മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് ഉണർത്തുന്നവരും മനുഷ്യ പ്രകൃതിയോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ ശരീരത്തിന് ദോഷം വരാത്ത നിഷിദ്ധമാക്കിയ വസ്തുക്കൾ ഒഴിച്ച് മറ്റെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്നും നിങ്ങൾ മിതത്വം പാലിക്കണമെന്നും പരലോക ചിന്തയാൽ ഇഹലോകമോ ഇഹലോക ചിന്തയാൽ പരലോകമോ നിങ്ങൾ വിസ്മരിക്കരുതെന്ന ഉത്ബോധനത്തിലൂടെ ഇസ്ലാം മനുഷ്യ പ്രകൃതിയോട് നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ടെന്ന് വാദിക്കുന്ന ഏകാധിപത്യവാദികളും സ്വവർഗ ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും വിവാഹേതര ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും ചൂതാട്ടമാണെങ്കിലും മദ്യപാനമാണെങ്കിലും ഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നടപ്പാക്കാൻ അവകാശമുള്ള കുത്തഴിഞ്ഞ ജനാധിപത്യ സമ്പ്രദായമാണ് വേണ്ടതെന്ന് വാദിക്കുന്നവരും തൊഴിലാളി വർഗാധിപത്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഒരു വർഗത്തിന് ഔന്നത്യമുണ്ടെന്നും മറ്റു വർഗങ്ങൾ അടിച്ചമർത്താൻ അവർക്ക് അവകാശമുണ്ടെന്നും വാദിക്കുന്ന വർഗീയവാദികളും രാഷ്ട്ര സംവിധാനത്തോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ ജനങ്ങളെ സ്നേഹിക്കുന്ന, അവരോട് കാരുണ്യത്തോടെ പെരുമാറുന്ന, അവർക്ക് നന്മ ചെയ്യുന്ന,
ജനങ്ങൾ അടിച്ചമർത്താത്ത ഭരണാധികാരികളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നും അവർ ജനങ്ങളോട് നീതി പുലർത്തുന്ന കാലത്തോളം നിങ്ങൾ അനുസരിക്കണമെന്നും ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്തു നോക്കി സത്യം വെട്ടിത്തുറന്ന് പറയുന്നതാണ് ജിഹാദെന്നും ജനങ്ങൾ അടിച്ചമർത്തുന്ന ചൂഷണം ചെയ്യുന്ന ഭരണാധികാരിയാണ് പരലോകത്ത് ഏറ്റവും നരകത്തിൽ അടിത്തട്ടിലുള്ളതെന്നും എന്നാൽ ജനങ്ങളോട് കാരുണ്യത്തോടെ പ്രവർത്തിക്കുന്ന ഭരണാധികാരിയുണ്ടല്ലോ, അയാളാണ്, ആ ഭരണാധികാരിയാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നെന്ന ഉത്ബോധനത്തോടെ രാഷ്ട്രീയ സംവിധാനത്തോട് ഇസ്ലാം നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. കുത്തക സൃഷ്ടിക്കുകയും സമ്പത്ത് വാരി കൂട്ടുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നുവെന്ന് നോക്കേണ്ടതില്ല എന്നും ചൂഷണം നടത്തുന്നതിനെ സംബന്ധിച്ച് ഗൗനിക്കേണ്ടതില്ല എന്നും ആ സ്വാർത്ഥ രഥചക്രത്തിൻ്റെ അടിയിൽപ്പെട്ട് ആരെല്ലാം ഞെരിഞ്ഞമരുന്നുവെന്ന് ഗൗനിക്കേണ്ടതില്ല എന്ന് ഉത്ബോധിപ്പിക്കുന്ന പാശ്ചാത്യ മുതലാളിത്ത വർഗവും സമ്പത്ത് മുഴുവനും രാഷ്ട്രത്തിൻ്റെതാണെന്നും തൊഴിലാളി വർഗം മാത്രമാണ് അതിൻ്റെ അവകാശികളെന്നും അധ്വാനിക്കുന്നവർക്ക് സമ്പത്തിൽ അവകാശമുള്ളൂ എന്ന് ഉണർത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരും സമ്പദ് വ്യവസ്ഥയോട് അനീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ സത്യത്തിലൂടെ, നീതിയിലൂടെ, ന്യായത്തിലൂടെ, ധർമ്മത്തിലൂടെ അധാർമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ തൊഴിലാളിക്ക് അവൻ്റെ വിയർപ്പൊഴുകുന്നതിന് മുൻപ് അവൻ്റെ അവകാശം നൽകിക്കൊണ്ട് ചൂഷണം ചെയ്യാതെ നിങ്ങൾക്ക് സമ്പത്ത് സമ്പാദിക്കാമെന്നും എന്നാൽ അങ്ങനെ സമ്പാദിക്കുന്ന സമ്പത്തിൻ്റെ പോലും പൂർണ്ണോടം അള്ളാഹുവാണെന്നും അതുകൊണ്ട് നിശ്ചിതമായ ഒരു ശതമാനം അതിൽ നിന്നും നിർബന്ധം ദാനധർമ്മങ്ങൾക്ക് നീക്കിവെക്കണമെന്നും അഗതികൾക്കും അനാഥകൾക്കും വഴിയാത്രക്കാർക്കും എല്ലാം ആ സമ്പത്തിൽ അവകാശമുണ്ടെന്ന ഉത്ബോധനത്തിലൂടെ ഇസ്ലാം സമ്പദ് വ്യവസ്ഥയോട് നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. സ്വയം ഉയർന്ന ജാതിക്കാരെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഭാരതത്തിലെ ബ്രാഹ്മണരും ജന്മനാൽ തന്നെ താഴ്ന്ന ജാതിക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ഭാരതത്തിൽ അധകൃത വർഗമെന്ന് പറയുന്നവരും കറുത്തവരെ കൊന്നൊടുക്കണമെന്ന് കറുത്തവരെ മനുഷ്യരായി വെളുത്തവരും വെളുത്തവരെ കൊന്നൊടുക്കണമെന്ന് വാശി പിടിക്കുന്ന കറുത്തവരും ആര്യ മേധാവിത്വമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന ജർമ്മനിയിലെ നാസികളും സെർബ് മേധാവിത്വമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന യുഗോസ്ലാവിയയിലെ സെർബുകളുമെല്ലാം മനുഷ്യ സമൂഹത്തോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്രിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു, വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രം. തീർച്ചയായും അള്ളാഹുവിങ്കൽ ഏറ്റവും ആദരണീയർ, ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവരത്രയെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിലൂടെ 49-ാം അധ്യായത്തിലെ 13-ാം വചനത്തിലൂടെ ജാതി വർഗ വർണ്ണ ദേശ ജനന വ്യത്യാസമില്ലാതെ മനുഷ്യരെയെല്ലാം സാഹോദര്യത്തിൻ്റെ പ്രഭയിൽ ഒരേ വർണ്ണവും വർഗരഹിതവുമായ കുടുംബാംഗങ്ങളായി കാണുക വഴി ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. ദരിദ്രനായി പിറന്നുവെന്നൊറ്റ കാരണത്താൽ ദരിദ്രനും ധനികനായി പിറന്നുവെന്നൊറ്റ കാരണത്താൽ ധനികനും നീതി നിഷേധിക്കുന്നവരും ബന്ധത്തിൻ്റെ പേരിൽ സ്വന്തം ബന്ധുവിനോടും വർഗത്തിൻ്റെ പേരിൽ സ്വന്തം വർഗത്തോടും പക്ഷപാതം കാണിക്കുന്നവരും നീതിന്യായ വ്യവസ്ഥയോട് അനീതി ചെയ്യുന്നു. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസിഹിം വൽ വാലിദൈനി വൽ അഖ്റബീൻ ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ ഫലാ തത്തബിയുൽ ഹവാ അൻ തഅദിലു. അല്ലയോ സത്യവിശ്വാസികൾ, അല്ലാഹുവിന് സാക്ഷികൾ എന്ന നിലയിൽ നിങ്ങൾ നീതി ചെയ്യുക. അത് നിങ്ങൾക്കും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും എതിരായാലും ധനികനായാലും ദരിദ്രനായാലും അല്ലാഹുവിങ്കൽ തുല്യരെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിലൂടെ നിയമത്തിന് മുൻപിൽ സർവരും തുല്യരാണെന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം നീതിന്യായ വ്യവസ്ഥയോട് നീതി ചെയ്യുന്നു, സമതുലിതാവസ്ഥ ബാലൻസ് നിലനിർത്തുന്നു. സർവദോഷങ്ങളോടുകൂടിയാണ് സ്ത്രീകൾ പിറക്കുന്നതെന്നും പെൺകുഞ്ഞിന് മാത്രം ജന്മം നൽകുന്ന മാതാവിനെ ഉപേക്ഷിക്കണമെന്നും അനന്തരാവകാശ സ്വത്തിന് സ്ത്രീകൾക്ക് അവകാശമില്ലെന്നും വീട്ടിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലെന്നും ഭർത്താവ് സദാചാരശൂന്യനും അധർമ്മത്തിൽ മുഴുകി ജീവിക്കുന്നവനുമാണെങ്കിലും ദൈവത്തെ പോലെ കരുതണമെന്നും ഭർത്താവ് മരിച്ച ഭാര്യ ഒന്നുകിൽ ചിതയിൽ ചാകണമെന്നും അല്ലെങ്കിൽ ശിരസ് മുണ്ടനം ചെയ്ത് വെള്ളവസ്ത്രം ധരിച്ച് ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ച് നരകതുല്യമായി ജീവിക്കണമെന്നും എന്നാൽ ഭാര്യ മരിച്ച ഭർത്താവിന് ആ ഭാര്യയുടെ ചിതയ്ക്ക് തീ കൊളുത്തി ഉടനെ വിവാഹം കഴിക്കാമെന്ന് ഉത്ബോധിപ്പിക്കുന്ന ആ മത തത്വസംഹിതകളും സ്ത്രീകളുടെ കാര്യത്തിൽ അനീതി പ്രവർത്തിക്കുന്നു. വിലക്കപ്പെട്ട കനി സ്വയം ഭക്ഷിക്കുകയും തൻ്റെ ഇണയെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്തവളാണ് സ്ത്രീയെന്നും പാപത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തവളാണെന്നും മനുഷ്യ സമൂഹത്തിലേക്ക് പാപങ്ങൾ കടന്നു വരാൻ കാരണക്കാരിയായവളാണെന്നും ദൈവപുത്രൻ്റെ
ക്രൂശീകരണത്തിന് കാരണക്കാരിയായവളാണെന്നും അതുകൊണ്ട് ദൈവകോപത്തിനും ശാപത്തിനും പാത്രമായവളാണെന്നും വേദനയോടെ സന്താനങ്ങളെ പ്രസവിക്കണമെന്നും അവളുടെ ആഗ്രഹം പുരുഷൻ്റേതാകുമെന്നും പുരുഷൻ അവളെ ഭരിക്കുമെന്നും ആൺകുഞ്ഞുണ്ടെങ്കിൽ പെൺകുഞ്ഞിന് അനന്തരാവകാശ സ്വത്തിൽ അവകാശമില്ലെന്നും സർവ്വസഭകളിലും സ്ത്രീകൾ മൗനമായിരിക്കണമെന്നും മൗനമായിരിക്കാനല്ലാതെ സംസാരിക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ലെന്നും വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ഉണർത്തുന്ന ആ മതഗ്രന്ഥമുണ്ടല്ലോ, ആ മതഗ്രന്ഥവും സ്ത്രീകളോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരേ ആത്മാവിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടതെന്ന് 4-ാം അധ്യായത്തിലെ 1-ാം വചനത്തിലൂടെയും, ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുതെന്ന് 16-ാം അധ്യായത്തിലെ 58-ാം വചനത്തിലൂടെയും, സന്താനങ്ങളുടെ പേരിൽ മാതാക്കൾ ദ്രോഹിക്കപ്പെടരുത് എന്ന് 2-ാം അധ്യായത്തിൽ 233-ാം വചനത്തിലൂടെയും, പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷ വാർത്തയാണെന്ന് 16-ാം അധ്യായത്തിലെ 58-ാം വചനത്തിലൂടെയും, ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത് എന്ന് 17-ാം അധ്യായത്തിലെ 31-ാം വചനത്തിലൂടെയും, അങ്ങനെ വധിക്കുന്ന മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് 81-ാം അധ്യായത്തിലെ 8-ഉം 9-ഉം വചനങ്ങളിലൂടെയും, വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട് എന്നൊട്ടേറെ വചനങ്ങളിലൂടെയും, തൊഴിലെടുക്കാനും തൊഴിലിലൂടെ സമ്പാദിച്ച് സമ്പാദ്യം സ്വതന്ത്രമായി സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ടെന്ന് 4-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെയും, അനന്തരാവകാശ സ്വത്തിന് സ്ത്രീകൾക്ക് അർഹതയുണ്ട് എന്ന് 4-ാം അധ്യായത്തിൽ 7-ാം വചനത്തിലൂടെയും, സ്ത്രീകളെ ബലാത്കാരമായിട്ട് അനന്തര സ്വത്തായി വിവാഹം കഴിക്കരുതെന്നും അവർക്ക് വിവാഹകാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ടെന്നും 4-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലൂടെയും, വിവാഹ സമയത്ത് സ്ത്രീകൾക്ക് വിവാഹം മൂല്യം ലഭിക്കാനുള്ള അവകാശമുണ്ടെന്ന് 4-ാം അധ്യായത്തിലെ 4-ാം വചനത്തിലൂടെയും, ഭാര്യ എന്ന നിലയിൽ സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങളോടൊപ്പം അവകാശങ്ങളുണ്ടെന്ന് 2-ാം അധ്യായത്തിലെ 228-ാം വചനത്തിലൂടെയും, വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനും സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിലെ 228-ഉം 229-ഉം 4-ാം അധ്യായത്തിലെ 128-ഉം വചനങ്ങളിലൂടെയും, വിവാഹമോചിതക്ക് ജീവനാംശത്തിന് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 231-ഉം 241-ഉം വചനങ്ങളിലൂടെയും, മാതാവെന്ന നിലയിൽ പിതാവിനേക്കാൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത് പിതാവിനേക്കാൾ മാതാവാണ് എന്ന് 31-ാം അധ്യായത്തിലെ 14-ാം വചനത്തിലൂടെയും, എല്ലാത്തിനും ഉപരിയായി മരണാനന്തരം അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കാനും പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പാപമോചനം ലഭിക്കാനും സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിലൂടെയും സ്ത്രീകളോട് ഇസ്ലാം നീതി പുലർത്തുന്നു, സമതുലിതാവസ്ഥ നിലനിർത്തുന്നു. സ്ത്രീകളുടെ നഗ്നത ആസ്വദിക്കാനായിട്ട് അവരുടെ നഗ്ന ശരീരം മറച്ചു പിടിക്കരുതെന്ന് വാശി പിടിക്കുന്ന പുരുഷന്മാരും, കഴുക കണ്ണുകളുള്ള കാമഭ്രാന്തന്മാരുടെ ആണികണക്കെ തുളഞ്ഞു കയറുന്ന നോട്ടത്തിന് മുൻപിൽ അവർക്കെല്ലാം കണ്ടോ ആസ്വദിക്കാനായി തങ്ങളുടെ നഗ്ന ശരീരം തുറന്നു വെക്കുമെന്ന് വാശി പിടിക്കുന്ന സ്ത്രീകളും ധാർമ്മിക മൂല്യങ്ങളോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ പുരുഷനായാലും സ്ത്രീയാണെങ്കിലും ദൃഷ്ടികൾ താഴ്ത്തണമെന്നും മാന്യമായ വസ്ത്രം ധരിക്കണമെന്നും നഗ്നത പ്രദർശിപ്പിക്കരുതെന്നും ഉത്ബോധിപ്പിക്കുക വഴി ധാർമ്മിക മൂല്യങ്ങൾ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നു. തങ്ങളാൽ സ്വയം നടക്കാൻ കഴിയാതിരുന്ന കാലത്ത് തങ്ങളെ എടുത്തുകൊണ്ട് നടന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മളാൽ സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഭക്ഷണം വാരിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, രോഗം വന്നപ്പോൾ നമ്മെ പരിചരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തിൽ നമ്മെ ആശ്രയിക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോമുകളുടെയും ശരണാലയങ്ങളുടെയും ഏകാന്ത ഭീകരതകളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിച്ചുവെന്ന് അഹങ്കരിക്കുന്ന ആധുനിക തലമുറയുടെ സമതുലിതാവസ്ഥ തെറ്റി അവർ മാതാപിതാക്കളോട് അനീതി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനിൽ പങ്കുചേർക്കരുതെന്ന ഉജ്ജ്വലമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വം, ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഉത്ബോധിപ്പിച്ച ശേഷം അടുത്തതായിട്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. മാതാപിതാക്കളിൽ ഒരാളോ ഇരുവരുമോ നിങ്ങളെ ആശ്രയിക്കുന്നുവെങ്കിൽ ചെയ്യുന്നു പോലും പറയരുതെന്നും അവരോട് കോപിക്കരുതെന്നും കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണമെന്നും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും അവരെ പരിചരിക്കണമെന്നും ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം മാതാപിതാക്കളുടെ കാര്യത്തിലും നീതി ചെയ്യുന്നു. കൺമുൻപിൽ എന്ത് അതിക്രമങ്ങൾ കണ്ടാലും, എന്ത് വൃത്തികേടുകൾ നടന്നാലും, എന്ത് നീചമായ പ്രവർത്തികൾ സംഭവിച്ചാലും അഹിംസയാണ്, ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണമെന്ന് പറയുന്നവരും അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ വലാ തസ്തവിൽ ഹസനതു വല സയ്യ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം.
നന്മയും തിന്മയും തുല്യമല്ല. തിന്മയെ തിന്മ കൊണ്ട് നേരിടരുത്, തിന്മയെ നന്മ കൊണ്ട് നേരിടണം. എന്നാൽ നിന്റെ കഠിന ശത്രു പോലും ആത്മമിത്രമായി തീരുമെന്ന് പഠിപ്പിച്ച ഖുർആൻ ശക്തനായ പ്രതിയോഗിയെ മലർത്തിയടിക്കുന്നവനല്ല ധീരൻ, മറിച്ച് തിളച്ചു പൊങ്ങുന്ന കോപത്തെ തളച്ചു നിർത്തുന്നവനാണ് ധീരൻ എന്ന് ഉത്ബോധിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെ തന്നെ അതിക്രമം കണ്ടാൽ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണമെന്നും, അത് സാധിക്കുന്നില്ല എങ്കിൽ നാവുകൊണ്ട് എതിർക്കണമെന്നും, അതിനും സാധിക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്നും ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം. ഇതിലൂടെയും ഇസ്ലാം സമതുലിതാവസ്ഥ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ നിർബന്ധ മതപരിവർത്തനം പാടില്ല എന്ന് 2-ാം അധ്യായത്തിൽ 256-ാം വചനത്തിലൂടെയും, മതസ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട് എന്ന് 76-ാം അധ്യായത്തിലെ 3-ാം വചനത്തിലൂടെയും, മറ്റുള്ളവരുടെ ആരാധനാ വസ്തുക്കൾ അവഹേളിക്കരുത് എന്ന് 6-ാം അധ്യായത്തിലെ 108-ാം വചനത്തിലൂടെയും, മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത് എന്ന് 22-ാം അധ്യായത്തിലെ 40-ാം വചനത്തിലൂടെയും ഉത്ബോധിപ്പിക്കുന്ന ഖുർആൻ ഒരു നിരപരാധിയെ വധിക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെ വധിക്കുന്നതിന് തുല്യമാണെന്ന് 5-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെയും, ഒരു ജനതയോടുള്ള വെറുപ്പ്, അവരോട് അതിക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതെന്ന് 5-ാം അധ്യായത്തിലെ 8-ാം വചനത്തിലൂടെയും ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം. വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി പൊരുതുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്നും, നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു, അത് തെറ്റാണ് എന്ന് പറയുന്നില്ല എങ്കിൽ അതാണ് വർഗീയതയെന്നും പഠിപ്പിച്ച പ്രവാചകൻ. അതിലൂടെ വർഗീയതയെയും ഭീകരവാദത്തെയും എതിർക്കുന്ന ഇസ്ലാം. അങ്ങനെ എത്രയെത്ര അമൂല്യങ്ങളായ ഉത്ബോധനങ്ങളാണ് ഇസ്ലാമിലുള്ളത്. സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യണം, അതാണ് നിങ്ങൾക്ക് ഉത്തമമെന്നും, ക്ഷമ വെളിച്ചമാണെന്നും, നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും പൊറത്തു കൊടുക്കുകയും ചെയ്യണമെന്നും, നിങ്ങൾ ക്ഷമ അവലംബിച്ചാൽ അള്ളാഹു നിങ്ങളെ ക്ഷമാശീലരാക്കും, ക്ഷമയേക്കാൾ നന്മ നിറഞ്ഞതും വിശാലവുമായ മറ്റൊരു സമ്മാനവും ലഭിക്കാനില്ല എന്ന ഉത്ബോധനത്തിലൂടെ ക്ഷമിക്കുകയും പൊറുക്കുകയും സഹിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരുടെ കൂടെയാവുകയും ചെയ്യുവിനെന്നും, സത്യം പറയുന്ന പുരുഷനും സ്ത്രീക്കും മഹത്തായ പ്രതിഫലമുണ്ടെന്നും പാപമോചനമുണ്ടെന്നും, സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുമെന്നും, സത്യം മനഃശാന്തിയും അസത്യം പരിഭ്രമവുമാണെന്ന ഉത്ബോധനത്തിലൂടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സത്യസന്ധത പുലർത്തണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം. സത്യവിശ്വാസികളെ നിങ്ങൾ നന്മയിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുകയും ദുർപ്രവർത്തികൾ വിരോധിക്കുകയും ചെയ്യുക. തിന്മയെ വെറുക്കുന്നവൻ നിരപരാധിയും തിന്മയെ നിഷിദ്ധമാക്കുന്നവൻ സുരക്ഷിതനുമാണെന്നും, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ശിക്ഷ കൊണ്ടുവരികയും പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന ഉത്ബോധനത്തിലൂടെ നന്മയുമായി സഹകരിക്കണമെന്നും തിന്മയോട് സഹകരിക്കരുതെന്നും ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം. സത്യവിശ്വാസികളെ മറ്റുള്ളവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച വസ്തുക്കൾ വഞ്ചനയോടുകൂടി നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും മുസ്ലിമാണെന്ന് പറയുകയും ചെയ്താലും നിങ്ങൾ വ്യാജ വിശ്വാസിയാണെന്നും കപടവിശ്വാസിയാണെന്നും, ഒരാളുടെ അവകാശം അന്യായമായി കവർന്നെടുക്കുന്നവൻ നരകത്തിന്റെ തുണ്ടാണ് കവർന്നെടുക്കുന്നതെന്നും, ഒരു ചാൺ ഭൂമി അന്യായമായി കവർന്നെടുക്കുന്നവൻ പരലോകത്ത് വെച്ച് 7 ഭൂമിയുടെ ഭാരമുള്ള മാല അണിയേണ്ടി വരുമെന്നുമെല്ലാമുള്ള ഉത്ബോധനത്തിലൂടെ വഞ്ചിക്കരുതെന്നും കരാർ ലംഘിക്കരുതെന്നും ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം. മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവരോട് അല്ലാഹുവും കാരുണ്യം കാണിക്കില്ലെന്നും, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കൂ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്നെല്ലാമുള്ള ഉത്ബോധനത്തിലൂടെ ദാനധർമ്മം വിശ്വാസത്തിന്റെ ഭാഗമാക്കി തീർത്ത് ഇസ്ലാം. നിങ്ങളൊരു വൃക്ഷം നടുക, അതിലെ പഴങ്ങൾ പക്ഷികൾ ഭക്ഷിച്ചാലും കള്ളൻ കവർന്നെടുത്താലും അത് ദാനധർമ്മമാണെന്നും, ചിരിച്ചുത്തരം നൽകുന്നത് ദാനധർമ്മമാണെന്നും, ചീത്ത കൂട്ടുകെട്ടിനേക്കാൾ നല്ലത് ഏകാന്തതയാണെന്നും, ഏകാന്തതയേക്കാൾ നല്ലത് നല്ല കൂട്ടുകെട്ടാണെന്നും, ചീത്ത സംസാരത്തേക്കാൾ നല്ലത് മൗനമാണെന്നും, മൗനത്തേക്കാൾ നല്ലത് നല്ല സംസാരമാണെന്നുമുള്ള ഉത്ബോധനങ്ങൾ നൽകുന്ന ഇസ്ലാം. സമയം പരിമിതമാണ്, സംസാരിച്ചാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. ഇതിലേതാണ് പ്രാകൃത അറബികൾക്കുള്ളത്? ഞാൻ ഈ പറഞ്ഞതിലേതാണ് ഈ ഇന്റർനെറ്റ് യുഗത്തിന് ബാധകമല്ലാത്തത്? ഈ സന്ദേശമാണ് ഈ എക്സിബിഷനിലൂടെ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാൻ നാം ശ്രമിക്കുന്നത്. ഞാനും നിങ്ങളും വിശ്വാസപരമായിട്ട് നിരീശ്വരവാദികളല്ല, എന്നാൽ ജീവിതം കൊണ്ട് ഞാനും നിങ്ങളും നിരീശ്വരവാദികളല്ലേ? സ്വയം ചോദിക്കുക.
എന്താണ് വിശ്വാസപരമായ നിരീശ്വരവാദവും ജീവിതം കൊണ്ടുള്ള നിരീശ്വരവാദവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായത്തിൽ 24-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലിൻ ഇക്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അവന്റെ മാർഗത്തിലെ സമരത്തെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് നിങ്ങളുടെ പിതാക്കന്മാരും പുത്രന്മാരും സഹോദരങ്ങളും ഇണകളും ബന്ധുക്കളും നഷ്ടം ഭയപ്പെടുന്ന കച്ചവടവും കുറവ് സംഭവിക്കുമെന്ന് കരുതുന്ന സമ്പത്തും മണിമന്ദിരങ്ങളുമാണ് എങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം കടുത്ത ശിക്ഷ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുവിൻ. അള്ളാഹു നിങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കുകയില്ല. അതുകൊണ്ട് നമ്മെക്കാളുപരി നമ്മുടെ മാതാപിതാക്കളെക്കാളുപരി സന്താനങ്ങളെക്കാളുപരി ഭാര്യയെക്കാളുപരി സുഹൃത്തുക്കളെക്കാളുപരി ബന്ധുക്കളെക്കാളുപരി സമ്പത്തിനേക്കാളുപരി ധനത്തെക്കാളുപരി പണത്തെക്കാളുപരി അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം പ്രഖ്യാപിക്കാറില്ലേ, സാക്ഷ്യം വഹിക്കാറില്ലേ? ഹൃദയം കൊണ്ട് പ്രഖ്യാപിക്കണം. നാം നാവുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസപരമായിട്ട് ഞാനും നിങ്ങളും നിരീശ്വരവാദികളല്ല. നിരീശ്വരവാദി ദൈവത്തെ അംഗീകരിക്കാത്തവരാണ്. ഞാനും നിങ്ങളും അംഗീകരിക്കുന്നു. എന്നാൽ ജീവിതം കൊണ്ട് നാം ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിന് വേണ്ടിയാണോ? പണം സമ്പാദിക്കാനാണോ? ജീവിതം കൊണ്ട് നാം ഏറ്റവും അധികം ചിന്തിച്ച് സമയം കളയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചാണോ, അവന്റെ ദീനിനെ സംബന്ധിച്ചാണോ, മറിച്ച് പണം സമ്പാദിക്കാനാണോ? അപ്പോൾ ജീവിതം കൊണ്ട് നാം ദൈവമായി അംഗീകരിച്ചിരിക്കുന്നത് പണത്തെയാണ്, അള്ളാഹുവിനെയല്ല. കുറെ മണിമന്ദിരങ്ങൾ പണിയാൻ സഹായിക്കുന്ന പണത്തെയല്ല നാം ജീവിതം കൊണ്ട് ദൈവമായി അംഗീകരിക്കേണ്ടത്, മറിച്ച് പ്രപഞ്ചത്തെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത സൃഷ്ടാവിനെയാണ് ജീവിതം കൊണ്ട് ദൈവമായി അംഗീകരിക്കേണ്ടത്. ജീവിതം കൊണ്ട് നാം ദൈവമായി അംഗീകരിക്കേണ്ടത് കമ്പ്യൂട്ടർ വാങ്ങാൻ സഹായിക്കുന്ന, ക്യാമറ വാങ്ങാൻ സഹായിക്കുന്ന, ടെലിവിഷൻ വാങ്ങാൻ സഹായിക്കുന്ന പണത്തെയല്ല, മറിച്ച് ആധുനിക കമ്പ്യൂട്ടറുകളെക്കാൾ സങ്കീർണമായ മസ്തിഷ്കം നൽകിയ, ആധുനിക ക്യാമറകളെക്കാൾ സങ്കീർണമായ കാഴ്ചശക്തി നൽകിയ, ആധുനിക സ്പീക്കറുകളെക്കാൾ സങ്കീർണമായ ശ്രവണേന്ദ്രിയം നൽകിയ, ആധുനിക റോബോട്ടുകളെക്കാൾ സങ്കീർണമായ ചലനശക്തി നൽകിയ അല്ലാഹുവിനെയാണ് ജീവിതം കൊണ്ട് നാം ദൈവമായി അംഗീകരിക്കേണ്ടത്. ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അതിൽ നിന്ന് മഴ വർഷിക്കുന്നതും അതിലൂടെ മൃതഭൂമിക്ക് ജീവൻ നൽകുന്നതും അതുവഴി ഭൂമിയിലെങ്ങും ജീവജാലങ്ങളെ വ്യാപിപ്പിക്കുന്നതും കാറ്റിന്റെ ഗതി നിയന്ത്രിക്കുന്നതും കാറ്റിനെ കൊണ്ട് ആകാശഭൂമികൾക്കിടയിൽ മേഘങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നതും ആരാണ്? ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്കെന്ന ഖുർആന്റെ ചോദ്യത്തിന് ഉത്തരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കാരുമില്ല ഏകനായ അല്ലാഹു അല്ലാതെ എന്ന് ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് നാം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയെ നിങ്ങൾക്ക് താമസയോഗ്യമാക്കിയതും അതിലൂടെ അരുവികൾ ഒഴുക്കിയതും അതിൽ പർവ്വതങ്ങൾ നാട്ടിയതും ഇരു സമുദ്രങ്ങൾക്കിടയിൽ മറതീർത്തതും ആരാണ്? ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്കെന്ന ഖുർആന്റെ ഉജ്ജ്വലമായ ചോദ്യത്തിന് ഉത്തരമായി യാതൊരു ചാഞ്ചല്യവുമില്ലാതെ നാം പറയേണ്ടിയിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനാരുമില്ല ഏകനായ അല്ലാഹു അല്ലാതെ എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. സൃഷ്ടി ആരംഭിക്കുന്നതും ആവർത്തിക്കുന്നതും വിണ്ണിൽ നിന്നും മണ്ണിൽ നിന്നും നിങ്ങൾക്ക് അന്നം നൽകുന്നതും നിർജീവരായ നിങ്ങൾക്ക് ജീവൻ നൽകിയതും ജനിച്ച നിങ്ങളെ ജീവിതത്തിലേക്കും പിന്നെ മരണത്തിലേക്കും നയിച്ചതാരാണ്? ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്ക് എന്ന ഖുർആന്റെ ഉജ്ജ്വലമായ ചോദ്യത്തിന് ഉത്തരമായി നാം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കാരുമില്ല ഏകനായ അല്ലാഹു അല്ലാതെ എന്ന്. രാപ്പകലുകൾ മാറ്റി മാറ്റി വരുത്തുന്നതും പ്രഭാതം വിടർത്തുന്നതും രാത്രിയെ പ്രശാന്തമാക്കുന്നതും ദുരന്തം പേറുന്നവന്റെ വിളി കേൾക്കുന്നവനും ആരാണ്? ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്കെന്ന ഖുർആന്റെ ഉജ്ജ്വലമായ ചോദ്യത്തിന് ഉത്തരമായിട്ട് യാതൊരു സംശയവുമില്ലാതെ നാം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് കാഴ്ചശക്തി നൽകിയ, കേൾവി ശക്തി നൽകിയ, ശ്രവണേന്ദ്രിയം നൽകിയ, ശ്വസിക്കാൻ വായു നൽകിയ, കുടിക്കാൻ ജലം നൽകിയ, ഈ ഭൂമിയെ മനോഹരമായി സംവിധാനിച്ച സ്രഷ്ടാവിനെ കൂടാതെ
അന്യ ദൈവങ്ങളോ നിങ്ങൾക്കെന്ന ഖുർആന്റെ ചോദ്യത്തിന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും നാം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു സന്ദേശമാണ് തൗഹീദിന്റെ ഉജ്ജ്വലമായ ആ സന്ദേശമാണ്, അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളാണ് ഈ എക്സിബിഷനിലൂടെ ലോകത്തോട് അറിയിക്കാൻ ഈ സംഘാടകർ ശ്രമിക്കുന്നത്. ഇത്തരം സൽക്കർമ്മങ്ങളിൽ നാം പങ്കുചേർന്നാൽ മാത്രമേ ഒരു ശുപാർശയും സ്വീകരിക്കാത്ത, ആരും സഹായിക്കാനില്ലാത്തതുമായ, പണം യാതൊരു ഗുണവും ചെയ്യാത്ത, സൗന്ദര്യം യാതൊരു ഗുണവും ചെയ്യാത്ത, ആരോഗ്യം യാതൊരു ഗുണവും ചെയ്യാത്ത അന്ത്യനാളിൽ നമ്മുടെ നന്മയുടെ തുലാസിൽ ഭാരം അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നും തൃപ്തി ലഭിച്ച ആത്മാക്കളായിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് ശ്രമിക്കേണ്ടത്.